യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹമുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുമായിരുന്നു, ഈ ആദ്യമേ ജോയിൻ ചെയ്ത്, ഇന്ന് മെപ്സൺ ആദ്യമേ ജോയിൻ ചെയ്തത്, ആദ്യമേ ജോയിൻ ചെയ്യുന്നവർക്കൊരു, സ്ഥിരം ജോയിൻ ചെയ്യുന്നവർക്കൊരു അവാർഡ് കൊടുത്താലോ. ഐ ഹോപ്പ് എവ്രി വൺ. ഇന്ന് രാവിലെ ലൈവ് തോമസ് കുട്ടി ബ്രദർ, റോണക്ക്, ഇറ്റ് വാസ് വെരി അമേസിങ്. ബട്ട് സമയമായപ്പോൾ നെറ്റ് വാസ് ഗോയിങ് സ്ലോ ആൻഡ് ഐ വാസ് ഫോഴ്സ്ഡ് ടു കം ഇൻ ആൻഡ് ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. കർത്താവിൻ്റെ വചനം പറയുന്നത് തന്നെ പറയുന്ന ആൾക്ക്, അഥവാ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാര്യം പറയുന്ന സമയത്ത് പവർഫുൾ ആൻഡ് വണ്ടർഫുൾ മാനർ, വെരി പവർഫുള്ളി. ആൻഡ് സോ ഐ ഹോപ്പ് എവ്രി വൺ ഈസ് ഡൂയിങ് ഗുഡ്. ആൻഡ് നമുക്ക് ഒന്നിച്ച് വീണ്ടും ദൈവവചനത്തിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നർ ചേംബർ. ഇന്നർ ചേംബർ എന്ന് പറയുന്നത് he who dwells in the secret place of the Most High. Dwells, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ. പലപ്പോഴും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൊമ്പന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഏതായാലും മുന്തിരിവള്ളി എന്ന് പറയുന്നത് യേശുവാണ്. യേശു പറഞ്ഞു, ഞാനാ സാക്ഷാൽ മുന്തിരിവള്ളി. മുന്തിരിവള്ളിക്ക് ഒരിക്കലും കേടുവരുത്തില്ല. ഇറ്റ് ഈസ് സോ പവർഫുൾ. ഹീസ് ഗോഡ് ഹിംസെൽഫ്. എന്നാൽ ഇപ്പുറത്ത് എന്തുകൊണ്ട് ഫലം കായ്ക്കുന്നില്ല? സോ ദ പ്രോബ്ലം എന്തായിരിക്കും? ദൈവവചനത്തിൽ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് സമാധാനം, സ്വസ്ഥത. ഞാൻ പറയാം, ലോകത്തിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഉന്നതന്മാരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്, സാമ്പത്തികമായി വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവർ അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് എനിക്കറിയാം, പൈസയ്ക്ക് സമാധാനം വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് കിട്ടുന്ന ഒരു സ്ഥലവുമില്ല. അത് കിട്ടിയത് ഞാൻ ഇന്ന് രാവിലത്തെ സെഷനിൽ ഞാൻ ഷെയർ ചെയ്തു. ഇറ്റ് ഈസ് ഓൺലി അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. ആ യേശുവിൽ നമ്മൾ വീണ്ടും ജനിച്ച ശേഷം കർത്താവുമായിട്ടുള്ള കണ്ടിന്യൂവൽ അബൈഡിങ്, കണ്ടിന്യൂവൽ ഫെലോഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഇന്നർ ചേംബർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ വസിക്കുക എന്ന് പറയുന്ന അബൈഡ് ഇൻ മീ എന്ന് കർത്താവ് പറഞ്ഞത്. കർത്താവുമായിട്ട് നിരന്തരമായി കൂട്ടായ്മ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ബൈബിൾ വായന അല്ല, പലർക്കും തെറ്റിദ്ധാരണ ബൈബിൾ വായിക്കുന്നതാണ് കൂട്ടായ്മ. അല്പം അന്യഭാഷ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് കൂട്ടായ്മ അല്ല. അതിനേക്കാളും അപ്പുറം കർത്താവുമായിട്ട് വ്യക്തിപരമായി ഇരിക്കുകയും കേൾക്കുകയും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം. ദർ ഈസ് എ ഹയർ ലൈഫ്. ഒരു വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ വെറും സ്വർഗത്തിൽ പോകാൻ മാത്രമല്ല തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വലിയ സാധ്യതകളുണ്ട്. ഇറ്റ് ഈസ് എ ഫുൾനെസ്, എ ലൈഫ് ഓഫ് ഫുൾനെസ്. ഞാൻ പറയുന്ന ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഐ എം ടോക്കിംഗ് ഓഫ് എ ഹയർ ലൈഫ്, എ സ്പിരിച്വൽ ലൈഫ്. ആ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഫുഡാകുന്ന വചനവും കർത്താവിൻ്റെ സാന്നിധ്യവും, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ദർ ഇസ് നോ അതർ വേ ഔട്ട്. മാത്രമല്ല, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരിലും ആകരുത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഹിച്ച് ഹൈക്കർ ആകരുത് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ വിശ്വാസത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ആകരുത്. മറിച്ച് എന്നിൽ കർത്താവായ യേശു തന്നിരിക്കുന്ന ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. അതിൽ ഞാൻ തന്നെ
സ്വന്തം കാലിൽ നിൽക്കണം. നമ്മൾ പിള്ളേരോടൊക്കെ ചില സമയത്ത് വഴക്ക് പറയാറില്ലേ, എന്ന് സ്വന്തം കാര്യം നീ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു മനോഹരമായ വചനമുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം. ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ മുഴുവൻ രാവിലെയും വൈകിട്ടും ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുക. വി ആർ ഗെറ്റിംഗ് പോളിഷ്ഡ്, വി ആർ ഗെറ്റിംഗ് ക്ലീനർ. ഈ വചനം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ, വചനത്താൽ ഒരു ശുദ്ധീകരണം നമുക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾ നനയ്ക്കുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നടക്കും. വ്യാകുലപ്പെടരുത് ഒരു കാരണവശാലും. ഈ വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസം സംഭവിക്കാൻ പോകുന്നത് യു വിൽ ബിക്കം സ്ട്രോങ്ങർ. നോക്ക്, ഇതിനകത്ത് നമ്മൾ ഇന്നലെ കാർണൽ, എ ബേബി ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: For though by this time you ought to be teachers, you need someone to teach you again the first principles. You have come to need milk, not solid food. For everyone who is the partaker of only of milk is unskilled in the word of righteousness, for he is a baby. Now, പൗലോസ് ആ വേദഭാഗം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ എന്തായിത്തീർന്നായിരുന്നു? ഉപദേഷ്ടാക്കന്മാരായിത്തീർന്നായിരുന്നു. നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം. പാൽ കുടിക്കുന്നവനെല്ലാം. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീതിയുടെ വചനത്തിൽ അഭ്യസിച്ച, വായിച്ചോ? പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുപോയി. പ്രായം നോക്കിയാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വിശ്വാസികൾ ഒത്തിരി വർഷങ്ങൾ വിശ്വാസത്തിലാണെന്ന് പറയുന്നത്, എന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം കാണുന്നില്ല, ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നില്ല. കാരണം എന്താ? പാൽ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നു. പാൽ എന്ന് വെച്ചാൽ വിടുവിക്കും, കർത്താവ് ഉയർത്തും. There is something beyond it. യേശു പറഞ്ഞു, എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് കൊടുക്കും, അതൊക്കെ വേറെ ആൾക്കാർ, ജാതികൾ, ദൈവം അറിയാൻ മേലാത്തവരാണ് ഇതൊക്കെ അന്വേഷിക്കണം. നിങ്ങൾ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. ഈ വാക്ക് നിങ്ങൾ ഒന്നുകൂടെ നമ്മൾ പതുക്കെ വായിക്കാൻ പോവുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 വായിക്കാൻ പോകുന്നത്. 12ഉം 13 വായിച്ചത്, അതിൻ്റെ 13 വായിക്കാൻ പോകുന്നത്. ഫോർ എവ്രി വൺ, വായിച്ചു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ. നോക്ക്, നീതിയുടെ വചനത്തിൽ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വചനാണ് കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷമാണ്. ദൈവം നമ്മുടെ ലംഘനങ്ങളെ കണക്കിടാതെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആദ്യ പാഠങ്ങൾ മുഴുവൻ കൃപയാലാണ്. നമുക്ക് അർഹിക്കാത്ത ദൈവം നന്മ തരുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കാനല്ല. ഓർത്ത് നോക്കിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, 3 മാസമൊക്കെ 3 വർഷമായി 3 വയസ്സായി, എന്ത് ചബ്ബി ചീക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിക്കും ആ കുഞ്ഞിൻ്റെ കൂടെ. ആ കുഞ്ഞിന് വേണ്ടിയത് പാൽ, അതേ ദഹിക്കത്തുള്ളൂ.
ഇപ്പം ആദ്യമേ കൂട്ടായ്മ വരുന്നവരോട് സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെ നിങ്ങളെ ഇരുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം കടബാധ്യത മാറണം, ഒരു ജോലി കിട്ടണം, മകളുടെ കല്യാണം നടക്കണം, ഒരു വീട് വേണം, അവർക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അത് യേശു നിവർത്തിക്കുക തന്നെ ചെയ്യും. അല്ലെ, യേശുവിൻ്റെ അടുക്കൽ വന്ന വിശന്നവർക്ക് യേശു ഞാൻ ജീവിക്കുന്ന അപ്പമാണെന്ന് പ്രസംഗിച്ചില്ല. അവർക്ക് അപ്പമാണ് കൊടുത്തത്. പിന്നീട് അപ്പം തിന്ന് അവർ തൃപ്തരായി കഴിഞ്ഞപ്പോഴാണ് അവർ ചോദിച്ചു, നീ ചെയ്തത് വിസ്മയകരമാണ്, ഹൗ ക്യാൻ വി ഡു ദ വർക്ക്സ് ഓഫ് ഗോഡ്? അതിന് യേശു മറുപടി പറഞ്ഞു, അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്ന ഉപദേശം പിന്നെയാണ് വന്നത്. വേണ്ടിയത് ഉപകാരങ്ങൾ അവർക്ക് വേണ്ടിയത് ആദ്യമേ കൊടുത്തു. അപ്പം യേശുവിൻ്റെ അടുക്കൽ വരുന്ന ദാറ്റ് ഇസ് പാല്. കാര്യം ആ കുഞ്ഞിന് അതേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾ കണ്ടാൽ, നിന്റെ ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇതെല്ലാം പഴയ നിയമത്തിലാണ്. പുതിയ നിയമ ലേഖനങ്ങളിൽ വരുമ്പോൾ ഈ കാണുന്ന വാഗ്ദത്തങ്ങളില്ല. കാരണം വീണ്ടും ജനിക്കാത്തവന് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. വീണ്ടും ജനിച്ചവന് ഇതിനേക്കാളും അധികം ഹയർ ലെവലാണ്. നൗ what I am sharing with you is a word of righteousness. നന്മ തിന്മകളെ വിവേചിക്കാനായി നന്മ തിന്മകളെ വിവേചിക്കാനുള്ള കഴിവ് നീതിയുടെ വചനം കേട്ടാലേ അത് കട്ടിയായത് ആഹാരം എന്ന് പറയുന്ന ഉടനെ ആൾക്കാരുടെ ധാരണ ഈ ആഴത്തിൽ, ചിലർ പറയും വചനത്തിന് ആഴമില്ലെന്ന്. യഥാർത്ഥ ആഴം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ വേദപുസ്തകത്തിലെ ലേഖനങ്ങളായ യഥാർത്ഥ ആഴം. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നോ, ഇവിടെ നോക്കിക്കേ, എവ്രി വൺ ഹു ഈസ് ദ പാർട്ടേക്കർ. 13ാമത്തെ വാക്യം പറയാണ്, വായിച്ചേ. പാൽ കുടിക്കുന്നവനെല്ലാം, സിമ്പിൾ വേർഡ്. ദൈവവചനത്തെ രണ്ടാക്കാം. വേർഡ് ഓഫ് ഗ്രേസ്, വേർഡ് ഓഫ് റൈച്ചസ്നസ്. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിലാണ് വായിക്കുന്നത്, ആൻഡ് ലെറ്റ് ദ വേർഡ് ഓഫ് ഗ്രേസ് ബിൽഡ് യു. അത് നമ്മളെ ബിൽഡ് ചെയ്യുന്നത്, ഡിസേൺ ചെയ്യുന്നത് നീതിയുടെ വചനമാണ്. വായിച്ചു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ. അവൻ ആരാ? ശിശുവാണ്. കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ എന്ന് വെച്ചാൽ പ്രായത്തിന്റെ അളവിനാൽ ഇന്ദ്രിയങ്ങളുള്ളവരായി. ഇപ്പം ഒരു ശിശുവിനോട് പറയാം, അത് തീയാ മോനെ തൊടരുത് എന്ന് പറഞ്ഞാൽ ആ മെഴുതിരി പോയി തൊടും, അല്ലേ? തൊട്ട് കഴിയുമ്പോൾ അയ്യോ, പിന്നെ കരയെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ചെയ്ത പോലെയായിപ്പോ. അതേ സമയത്ത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലോ, ഇന്ന് നമ്മളോട് പറയാം അതേ ആ തീ ഒന്നും തൊട്ടോ, നമ്മൾ ചെയ്യത്തില്ലല്ലോ. ഇന്ദ്രിയങ്ങൾ വളരുന്നു ഡിസേൺ ചെയ്യാനായി. അല്ലാതെ വേർഡ് ഓഫ് റൈച്ചസ്നസ്, അത് ഞാൻ, ദിസ് ഇസ് എ വെരി 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 ഡീപ് ടോപ്പിക്. ലെറ്റ് us start into the spiritual man. Now, ഒരാൾ വീണ്ടും ജനിച്ചു, അവരിൽ ആത്മീയനാണോ? അപ്പം രണ്ടായിട്ട് അതിനെ തിരിക്കുക. ഒന്ന് ശിശു, ഒന്ന് ശിശു, തനിക്ക് എപ്പോഴും പാല് വേണം, പക്ഷെ പാൽ വന്ന് വളരണം. ഞാനെപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ പറയാറുണ്ട്, എന്ന് വരെ നിങ്ങളെ മറ്റുള്ളവർ ചുമക്കും, ഹൗ ലോങ് വിൽ അതേഴ്സ് ക്യാരി യു. എപ്പോഴും പ്രാർത്ഥിക്കണേ, ഇന്നത് പ്രാർത്ഥിക്കണേ, ഇന്നത് എൻ്റെ ആലോചന പരന്തരൻ്റെ. ആലോചന പറയുന്ന പരിശുദ്ധാത്മാവ് നമ്മിലല്ലേ വസിക്കുന്നേ? അതിന് ഡിസേൺ എന്നാ ചെയ്യാൻ പറ്റാത്തത്? അതിന് ബിക്കോസ് വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ഹിം. സമയം ഈ ദിവസങ്ങളിൽ നോക്ക്, വി ഹാവ് ഗോട്ട് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ബിലീവ് മീ, ഈ ദിവസങ്ങളിൽ ദൈവം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു സമയമാണ് കർത്താവിൻ്റെ ശബ്ദം ഡിസേൺ ചെയ്യുക. കർത്താവിൻ്റെ ചെറിയ സ്ലൈറ്റസ്റ്റ് മൂവ്. നോ, I can feel the presence of God descending in a very strong manner.
വെരി സ്ട്രോങ് മാനർ. ആ ഡിസേൺ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ പലപ്പോഴും യു ഷുഡ് അലൗ ദ ഹോളി സ്പിരിറ്റ് ടു വർക്ക് വാട്ട് ഹി വാണ്ട്സ് ടു. നമ്മുടെ 5 മണിക്കൂറുടെ പ്രസംഗത്തിന് ചെയ്യാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ചെയ്യാം. പക്ഷേ യു ഷുഡ് ബി വില്ലിങ്, ഐ ഷുഡ് ബി വില്ലിങ്. ഞാൻ സമ്മതം കൊടുത്താലേ പരിശുദ്ധാത്മാവ് നയിക്കത്തുള്ളൂ. അപ്പം ശിശു ആയവൻ ഗ്രേസിൻ്റെ വാക്ക് കേട്ട് നല്ലത്. പക്ഷെ ദർ ഈസ് സംതിങ് ബിയോണ്ട് ഗ്രേസ്. ബിയോണ്ട് ഗ്രേസ് ഇസ് റൈച്ചസ്നെസ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മുന്നമേ അവൻ്റെ രാജ്യവും, മലയാളത്തിൽ അവൻ്റെ എന്ന വാക്ക്, ഹിസ് എന്നുള്ള വാക്ക് ഒഴിവായിപ്പോയി. ആൻഡ് ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കേ, മത്തായി സുവിശേഷം 6-ാം അധ്യായം, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ കയ്യിൽ, നോട്ട്സ് എടുക്കേണ്ടവർ എടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഈ സെഷൻ കഴിയുമ്പോൾ ആ നോട്ട്സ് എടുത്ത് ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഈ നോട്ട്സ് ഡിസ്കസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജീസസ് മൂവി കാണാം. മൂവി കണ്ടുകൊണ്ട് ഒരു ഗുണം, ഇത് ഒരു സിനിമ കാണുന്ന പോലെ കാണുവാണെങ്കിൽ ഒരു പ്രയോജനമില്ല. നിങ്ങൾ പറയും ഭയങ്കരമായിരുന്നു, പക്ഷേ അകത്ത് സംഭവം ഉണ്ടാകണം. സോ ഇത് എഴുതിയെടുക്കണം. ഇത് കഴിഞ്ഞ് പറഞ്ഞത് എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്യണം. പറഞ്ഞത് ബൈബിളിൽ തന്നെയാണോ എന്ന് നോക്കണം. അതാണ് ഏറ്റവും വലുത്. ഞാൻ നേരത്തെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ സെഷൻസിൽ പറഞ്ഞല്ലോ, ഒരാൾ ഇന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വചനത്തിൽ നിന്നായിരിക്കണം. ദൈവവചനമാണ് പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴി. സോ ഹിയർ 33-ാമത്തെ വാക്യം, 6:33. ബട്ട് 31-ാമത്തെ വാക്യം മുതൽ വായിച്ചു. Therefore do not worry, saying, what we will eat, what we shall drink, or what shall we wear. വായിച്ചു. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. നോക്ക്, വിചാരം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശത്രു. നമ്മൾ ഇന്നത്തെ ഈ കാർണൽ സ്പിരിച്വലുമായിട്ട് വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞ് കർത്താവിൻ്റെ കൂടെ അടുക്കും തോറും വിചാരം, വറി മാറിപ്പോവും. എന്ത് തിന്നും, എന്ത് കൊടുക്കും, വാട്ട് ഷാൽ വി വെയർ, അല്ലേ? ഇത് നമ്മുടെ അകത്തങ്ങ് കിടന്ന് ടെൻഷൻ അടിക്കുക. നാളെ എന്നായി തീരും, നാളത്തെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് യേശു ജീവനോടെ ഉണ്ടോ? അതാ നമ്മുടെ അകത്ത് നമ്മൾ പ്രാഥമികമായി ആദ്യമായി നമ്മളോട് തന്നെ ചോദിക്കണം, ഡു ഐ റിയലി ബിലീവ് ജീസസ് ഈസ് അലൈവ്? വാസ്തവത്തിൽ യേശു ജീവനോടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വചനം മുഴുവൻ വാല്യുബിൾ ആകും. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ആ സ്നേഹത്തിൽ ഒഴുകാൻ പറ്റാത്തത്? അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നർ ചേംബറിനകത്ത് വരുന്ന മുമ്പേ ഒരു കഴുകലിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസം. എന്തുകൊണ്ട് ആ സ്നേഹം ഒഴുകുന്നില്ല? എന്തുകൊണ്ടാണ് വല്ലപ്പോഴും ആ സാന്നിധ്യം അനുഭവിക്കുന്നത്? ദാറ്റ് ഈസ് വാട്ട് വി ആർ ചെക്കിങ്. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യുന്ന പോലെ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് പോലെ, അതുപോലെ വചനം എന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മുടെ കറകളെല്ലാം മാറ്റുക. കാര്യം എന്താ? ദൈവത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനുണ്ട്, വിളിയാലുള്ള ആശ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ വിളിയാലുള്ള ആശയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യു വിൽ ബി ത്രിൽഡ്. ഞാൻ എന്തിനാ ഇതിൻ്റെ പുറകെ വിചാരപ്പെട്ടെന്ന് വിചാരിച്ചു പോകും. ആകയാൽ നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ദൈവത്തെ അറിയാൻ മേലാത്തവരാണ് അന്വേഷിക്കുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയാമല്ലോ, കഴിക്കണ്ടേ? അതുകൊണ്ടാണ് മോളിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഇതുപോലെ തന്നെ 25-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും.
ഇതിന് മനസ്സിലാക്കാനായിട്ട് പ്രത്യേക ആത്മീയ ഇതും വേണ്ട. പക്ഷേ സ്പിരിച്വൽ മാൻ walks according to the word. He believes the word. വിശ്വസിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും ശരീരത്തായ കൊണ്ടും വിചാരപ്പെടരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വചനം വളരെ അധികം പ്രോമിനന്റാ, അല്ലെങ്കിൽ റെലവെന്റാ. വറി അടിക്കരുത്, എന്നാകും. ഇന്ന് ഈ പാനിക് ബൈങ് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്ത് ചെയ്യും? ദൈവ മക്കൾക്ക് ദൈവം എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1. 2, മന്ന കൊണ്ട് പോറ്റിപ്പിച്ച ഒരു ദൈവമാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കുക. സൂപ്പർ നാച്ചുറൽ വഴികൾ. ഇത് മുഴുവൻ ദൈവമക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും. കർത്താവിനെ അറിയുന്നവർ, കർത്താവുമായിട്ട് ഏക ചിത്തന്മാരായിരിക്കുന്നവർ, മനസ്സ് കർത്താവിലായിരിക്കുന്നവർ, അവർ ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കത്തില്ല. എന്നിട്ട് പറയാണ് താഴെ 26 ആകാശത്തെ പറവകളെ നോക്കുവീൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവര് സ്റ്റോർ ഹൗസിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ, ആകാശത്തിലെ പറവകളെക്കാളും നിങ്ങൾ ഏറ്റവും വിശേഷം ഉള്ളവർ അല്ലേ? ഒന്ന് മാറോട് കരം വെച്ച് പറഞ്ഞ്, ഞാൻ കർത്താവിന് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ കർത്താവായ യേശുവിന് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ യേശു ഒരു പറവയ്ക്ക് വേണ്ടിയല്ല ക്രൂശിൽ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ്. എന്നിട്ടാണ് താൻ പറയുന്നത്, നോക്ക്, ഇത് അറിയാൻ മേലാത്തവർ വിചാരപ്പെടും ഇതെല്ലാം എന്നാകും. ഒന്നും ആകത്തില്ല. യു ആർ പ്രൊട്ടക്റ്റഡ്. ആദ്യ ദിവസത്തെ വചനം മനസ്സിലാക്കി. യു ആർ പ്രിസർവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പ്രിസർവ്ഡ്. You are strengthened. You are protected by God himself. എന്നിട്ടാണ് 32 പറഞ്ഞത്, ഇതെല്ലാം പിതാവിനെ അറിയാമല്ലോ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ അറിയാം. എന്നിട്ട് 33 പറയാണ്, മുൻപേ അവന്റെ രാജ്യവും. നോക്ക്, മലയാളത്തിൽ നീതിയിലോട്ട് അങ്ങ് പോയി നേരെ. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം നീതിയിൽ നമ്മൾ ആശ്രയിക്കാൻ നോക്കുന്നത്. ദൈവം നമ്മളെ നീതി ആക്കി എന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ബട്ട് സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റ്യസ്നെസ്, അവൻ്റെ നീതി, ആൻഡ് ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് ടു യു. ഇവിടെ എഴുതിയിരിക്കുന്നത് മുഴുവൻ പറവകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ധാന്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അന്ന് ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ, ബ്യൂട്ടി, എല്ലാം നമുക്ക് ജീവന് വേണ്ടിയത് മുഴുവൻ പ്രിസർവ്ഡാണ്. നമുക്ക് വേണ്ടിയതുണ്ട്. വറി ആകരുത്. ബട്ട് സീക്ക് ദ കിങ്ഡം ആൻഡ് ഹിസ്, അവൻ്റെ നീതി, ദൈവം തന്ന നീതിയുണ്ട്. നൗ അതിനെക്കുറിച്ച് അതാണ് ഇവിടെ പറഞ്ഞത്, നീതിയുടെ വചനം. നീതിയുടെ വചനം എന്ന് പറഞ്ഞാൽ അതെന്നെ നന്മ തിന്മ. അപ്പം നന്മ തിന്മ എന്ന് പറയുമ്പോൾ നന്മയാണോ വറി? അല്ല, തിന്മയാണ്. ഞാൻ വറി ചെയ്യാൻ പാടില്ല. അപ്പം നീതിയുടെ വചനത്തിൽ അഭ്യസിക്കുന്ന ഒരാൾ തൻ്റെ ഉള്ളിൽ സമാധാനം കാണും, സന്തോഷം കാണും, ഭയം കാണത്തില്ല. ഇതെല്ലാം ആണ് ഒരു ആത്മീയൻ്റെ, ഒരു സ്പിരിച്വൽ മാൻ്റെ അടയാളങ്ങൾ. നൗ ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട്, ഡസ് നോട്ട് മീൻ ഐ എം സ്പിരിച്വൽ. ഐ ക്യാൻ സ്റ്റിൽ ബി കാർണൽ, ജഡികനായി തീരാം. അതാണ് പൗലോസ് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് അവിടെ 2 കൂട്ടരെ കാണിച്ചു. ശിശുക്കളെ കാണിച്ചു. 2 പറയാം, നിങ്ങളോട് ഞാൻ ആത്മീയൻ എന്ന പോലെ. അതല്ലേ 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. താങ്ക് യു ജേസൺ ബ്രദറെ. ഹിസ് റൈറ്റ്യസ്നെസ്, അത് ആ ഹിസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സോ ഇവിടെ എഴുതുവാണ്, വായിച്ചേ, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം.
നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും വെറും മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലയോ? വെറും മനുഷ്യൻ. നിങ്ങൾ വാസ്തവത്തിൽ ആത്മീയരാക്കോ. കൊരിന്ത്യർ സഭ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, അവരുടെ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കൃപാവരമുള്ളവരാ. പക്ഷെ പൗലോസിന് പറയേണ്ടി വന്നു, നിങ്ങൾ ജഡികന്മാരും. ഭയങ്കര കൃപാവരമൊക്കെയാണ്. ഈ കാര്യങ്ങൾ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൃപാവരം കണ്ടിട്ട് ഒരാളെ അസസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം, ഒരാളുടെ കൃപാവരം അല്ല അയാൾ ആത്മീയനാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ്. വായിൽ അന്യഭാഷ കണ്ടേക്കാം, സ്തോത്രം കണ്ടേക്കാം, പക്ഷേ അയാൾ വ്യക്തിപരമായ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ തൻ്റെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ലക്ഷണം ഒരു ആത്മീയൻ്റെ സൗമ്യതയാണ്. സൗമ്യത എന്ന് പറയുന്നത് ബലഹീനതയല്ല, അത് മനസ്സിലാക്കിക്കോണം. മായത്താഴ്മയുമല്ല. ചിലർ സൗമ്യരാണേ എന്ന് കാണിക്കാൻ ഒന്നും, ഞാനിപ്പം പഴയ പോലെ ഉപ്പോലും കൂട്ടുന്നില്ല എന്ന് പറയുന്നവരല്ല. നോ, മീക്ക്നെസ്സിൻ്റെ അർത്ഥം റിസ്ട്രെയിൻഡ് സ്ട്രെങ്ത്. എനിക്ക് ബലമുണ്ട്, പക്ഷെ ആ ബലത്തെ ഞാൻ റിസ്ട്രെയിൻ ചെയ്ത് എൻ്റെ അകത്ത് വെച്ചിരിക്കുക. അത് വേണ്ടിയപ്പോഴേ ഉപയോഗിക്കത്തുള്ളൂ. പാപത്തിൻ്റെ എതിരെ ഞാൻ അത് ഉപയോഗിക്കും, രോഗത്തിൻ്റെ എതിരെ ഞാൻ ഉപയോഗിക്കും, പിശാചിൻ്റെ പ്രവൃത്തി റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാനത് ഉപയോഗിക്കും, അല്ലാത്ത ഉപയോഗിക്കത്തില്ല. നോ, യേശു ക്രിസ്തുവിൻ്റെ ആ മീക്ക്നെസ് എന്ന് പറയുന്ന, ചിലരിങ്ങനെ പറയാറുണ്ട്, ഉള്ളതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കണം. അതാണോ മീക്ക്നെസ്? ഈ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന ആൾക്കാരെ ഈ മോഷ്ടാക്കൾ നമ്പർ 1. ചിലർ കാണാൻ മേലെ, നിങ്ങൾ ആദ്യമേ എല്ലാം പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന കുറച്ച് പേരെ കാണാൻ മേലെ. ആ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്നവരാരെന്ന് ഞാൻ പറയാം. ഞാൻ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്, അതിനകത്ത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ യൂദ നമ്മുടെ കാൽ കഴുകുക, ഒരു സ്ത്രീ തൻ്റെ സ്വച്ഛമത ജഡ മാംസ തൈലം കൊണ്ട് കാല് കഴുകുന്ന സമയത്ത്, ആ സമയത്ത് ഈ യൂദാസ് വന്ന് പറയാണ്, ഇത് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. The Bible says he did not mean to give to the poor, but he wanted to rob it also. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന, പാവങ്ങൾക്ക് കൊടുക്കാനല്ല തൻ്റെ മനസ്സ്, അതും കൂടെ താൻ മോഷ്ടിക്കാനായിരുന്നു. ഈ പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മായ താഴ്മയാണ്. പാവങ്ങളുടെ ആവശ്യത്തിന് നമ്മൾ കൊടുക്കണം, പക്ഷേ പാവങ്ങൾക്ക് കൊടുക്കേണ്ട യഥാർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. സുവിശേഷം കൊടുക്കണം. അപ്പോൾ തന്നെ വി ഡു ഇറ്റ്. ചിലർ പാവങ്ങൾക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെവൻലി ഫീസ്റ്റിൻ്റെ റീച്ച് വേൾഡ് വൈഡ് അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കും. ഇതുപോലെ ഒരു ചാരിറ്റി പ്രവർത്തനം ഇതുവരെ നടക്കുന്നില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. സോ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തങ്കുബ്രദറെ നമുക്ക് പാവങ്ങൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ശരിയാ, പാവങ്ങൾക്ക് നമുക്ക് കൊടുക്കണം, ഡെഫിനറ്റ്ലി കൊടുക്കണം. ഉടനെ ഞാൻ പറഞ്ഞു, അത് സൗര ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഈ സഹോദരന് ഞാനൊരു 10,000 രൂപ തരാൻ വെച്ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അത് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തേക്കാം. ഈ പറഞ്ഞ ആളുടെ മുഖത്തെ ഫ്യൂസ് പോയി. കൊടുക്കണമെന്നല്ലേ? ഞാൻ പറഞ്ഞു, ശരിയാ, നമുക്ക് അത് പാവം. ഉടനെ പറയാം, ഇല്ലില്ല, അത് പിന്നെ പാവം കൊടുക്കാം, അത് എനിക്ക് ആവശ്യമുണ്ട്, വളരെ ഭയങ്കര ബുദ്ധിമുട്ടില്ല, എനിക്ക് ആ പൈസ വേണം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദാറ്റ്
യൂദ ഇത് പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയോ? പറയാനുള്ള കാരണം യൂദയ്ക്ക് അതും കൂടെ മോഷ്ടിക്കാനായിരുന്നു. ഐ വിൽ ടെൽ യു ദ വേർഡ് ആൻഡ് താങ്ക് യു ജേസൺ. And one of his son who betrayed him said, Lucas 7:36. Okay, Lucas 7:36. Thank you very much for assisting me. Hallelujah. And one of the Pharisees, അതല്ല. Anyhow, now മായത്താഴ്മ, അതായത് നമ്മുടെ ഈ മായത്താഴ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാണിക്കാനുള്ള താഴ്മ, അതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഹൃദയത്തിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നെ കണ്ട് പഠിക്കുക, ലേൺ ഫ്രം മീ, അല്ലേ? ഇന്നലെ നമ്മളൊരു വചനം വായിച്ചു, മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 11-ാം അധ്യായത്തെ ഈ 11-ാം അധ്യായം, ക്യാൻ ദാറ്റ് വേർഡ് കം അഗൈൻ? 11-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം, 29. ഒരു വാക്ക് ചോദിക്കും, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അതിന് ഉത്തരം പറയും. അല്ല, മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ, ഐ ആം ജെന്റിൽ ആൻഡ് ലോലി ഇൻ ഹാർട്ട്, ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സെൽസ്. റെസ്റ്റ്, സ്വസ്ഥത. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ വാക്ക് മീക്ക്നെസ് എന്ന് പറയുന്നത് ഹൃദയത്തിനകത്താണ്. മീക്ക്നെസ് എന്ന് പറയുന്ന ഹൃദയം. മത്തായി സുവിശേഷം 11:29 പറഞ്ഞത്. മീക്ക്നെസ് അകത്താ, മീക്ക്നെസ്. അതെ, യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 6-ാം അധ്യായം. ദാറ്റ് ഈസ് വാട്ട് ഐ സെർച്ച് ഫോർ ബട്ട് ഐ ഡിഡ് നോട്ട് ഫൈൻഡ്. മത്തായി സുവിശേഷം, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6:12. Anyhow, so അല്ല, അത് തന്നെ. ഇതായിരുന്നു യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം ഒന്ന് വായിച്ചേ. യൂദ പറയാണ്, യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 5. ഈ തൈലം ഒരു സ്ത്രീ കൊണ്ടുപോയി യേശുവിനൊരു തൈലം കൊടുക്കുക. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് 12-6. പ്രതീഷ് ബേബി അല്ലേ? 12-5, 6, 12 അല്ല. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ എന്താ നല്ലതായിരുന്നു. ആരാ ചോദിക്കുന്നത്? യൂദാസ്. ഹൃദയത്തിൽ കള്ളത്തരമുള്ളവരാ ഇതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്നു. അവർക്ക് യാഥാർത്ഥ്യത്തിൽ അതല്ല ആഗ്രഹം, അതുകൂടെ കൈ കിട്ടണമെന്ന്. എന്നിട്ട് പറയാ, താഴെ വചനം വായിച്ച്, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനായതുകൊണ്ട് പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് അത് പാവങ്ങളുടെയും കൂടെ കയ്യിൽ, ഈ കെയർ ഓഫിൽ അതും കൂടെ കയ്യിലാക്കാനാ നോക്കുന്നത്. വിചാരമുണ്ടായിട്ടല്ല. വിചാരമുണ്ടെങ്കിൽ കൊടുക്കും. ആരോടും കൊടുക്കാൻ പറയത്തില്ല, ഉള്ളത് കൊടുക്കും. മനസ്സിലായില്ലേ? സോ സ്പിരിച്വാലിറ്റി. നൗ കാർണൽ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക. പറയുന്നത് വലിയ ആത്മീയതയൊക്കെയാണ്, പക്ഷേ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പം പൗലോസ് പറയാം, നിങ്ങളോട് ഞാൻ ആത്മീയന്മാരെന്ന പോലെ, 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് പറയുന്നത്. വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും വെറും മനുഷ്യനായി പോയി.
മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അല്ലേ? പിന്നെ അതിനകത്ത് ഇസങ്ങൾ കൊണ്ടുവരാൻ നോക്കി. തൊട്ട് താഴെ പറയാം, ഞാൻ പത്രോസിന്റെ പക്ഷം, ഞാൻ പൗലോസിന്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കാർണാലിറ്റി എന്ന് പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? മനസ്സിനകത്ത് മുഴുവൻ അകത്ത് മറ്റുള്ളവരോട് പകയും അസൂയയും. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബൈബിൾ വായനയും അന്യഭാഷയാണ്. ബട്ട് യു ആർ നോട്ട് കണക്റ്റിംഗ് വിത്ത് ദ ഇന്നർ ചേംബർ. കാര്യം എന്താ? മനസ്സിനകത്ത് മുഴുവൻ പക, പിണക്കം, അസൂയിക്കാം എന്നൊക്കെ മനസ്സിനകത്തുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ആ കർത്താവുമായിട്ട് ആ എന്നാ പറയുന്ന പ്രണയബന്ധത്തിലോ ആ ഫ്രീ ഫ്ലോ നടക്കത്തില്ല. റെസിസ്റ്റൻസ് ആയിരിക്കും. അവർ ഇതിനകത്ത് നോക്കുക എങ്ങനെ ഇസങ്ങൾ കൊണ്ടുവരാം. ആരാ ഈ പറയുന്നതെന്ന് ഓർത്തേ? കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്, വീണ്ടും പറയാം, കൃപാവരങ്ങൾ ഇതുപോലെയുള്ളത്. അവരോട് ഇത് പറയുകയാണ്, നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഇതിനകത്ത് ഇസം എന്തിനാ കൊണ്ടുവരാൻ നോക്കുന്നത്? ഇവിടെ ഒരു വലിയ ഗൗരവമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ വചനത്തിൽ 3-ാം അധ്യായത്തിലാണ് താഴോട്ട് പറഞ്ഞു വരുമ്പം പൗലോസ് പറയാണ്, ദൈവം ബുദ്ധിമാനെ തൻ്റെ കൗശലത്തിൽ പിടിക്കും. ഇറ്റ് ഈസ് ദി ഓൺലി പ്ലേസ്. ദൈവത്തിൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ, അതിനകത്ത് താഴെ പറയാണ്, there was no other foundation. വായിച്ചോട്ടെ, അതിനകത്ത് 9-ാമത്തെ വാക്യം മുതൽ വായിക്കാൻ പോവാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. For we are God's fellow workers. You are God's field and we are God's building. ദൈവം ഒരു കെട്ടിടം പണി ചെയ്യുക. ആ കെട്ടിടം പണി തള്ളിക്കളഞ്ഞവരെ മൂലക്കല്ലാക്കിയ യേശു ക്രിസ്തുവിനോട് കൂട്ടിച്ചേർത്ത് പണിതുകൊണ്ടിരിക്കുക. എന്നിട്ട് താഴെ അതിൻ്റെ 10-ാമത്തെ വാക്യം, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് തക്കവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്നിട്ട് 11-ാമത്തെ വാക്യം, there is no other foundation. യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടാൻ ആർക്കും കഴിയത്തില്ല. എന്നിട്ട് താഴെ 17-16 വാക്യം മുതൽ വായിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരും രക്ഷിക്കപ്പെട്ടു, ഞാൻ അന്യഭാഷയുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ അവസാനം പറയുന്ന കുറ്റം, ദൈവം എന്നാലും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു. ഞാനൊരു കാര്യം ഇത് വളരെ ഗൗരവത്തിൽ ഞാൻ പറയാം. ഒരാൾ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുന്ന എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഒരാൾ മറ്റൊരാളുടെ ഞാൻ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം എനിക്ക് പറയാൻ ഒരു റൈറ്റുമില്ല. നൗ ഇവിടെ 16-ാമത്തെ വാക്യം, ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധം അല്ലോ. നോക്ക്, ഇവിടെ 2 ആസ്പെക്റ്റാ. ഒന്ന്, ഗോഡ് ഈസ് ബിൽഡിംഗ് എ ചർച്ച്. അതിനകത്ത് ഡോണ്ട് പ്ലേ എനി ഫൂൾ അറൗണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഭയമാണ് ഒരു സഭ, ഒരു എതിരെയുള്ള സഭയ്ക്കെതിരെ ഒരു പരിപാടി നടത്താൻ. നോ, നെവർ ഡു ഇറ്റ്. അകത്ത് കടന്ന് കളിക്കുക, പൊളിറ്റിക്സ്. അതവിടെ പറഞ്ഞു വന്ന എന്താ? ഇസങ്ങളാണ്, കാർണൽ മൈൻഡ്. അകത്ത് ജഡിക മനസ്സാണോ? ചിലരൊക്കെ അഭിഷക്തരുടെതിരെ സംസാരിക്കുന്ന കേട്ടാൽ എനിക്ക് അകത്ത് മിന്നലടിക്കുന്ന പോലെ. കാരണം യു ഡോണ്ട് നോ, ഗോഡ് വിൽ ടേക്ക് ദാറ്റ് പ്രൊട്ടക്ഷൻ ഓഫ്. അത്രേ ഉള്ളൂ. യു വിൽ ഗെറ്റ് ഔട്ട്. ദൈവമല്ല മാറ്റുന്നത്. അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ ഞാനും വെളിച്ചത്തിലാണെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടായ്മ, വെളിച്ചവും തമ്മിൽ കൂട്ടായ്മയാണ്. പിശാചിൻ്റെ തന്ത്രം എന്തെന്ന് ഞാൻ പറയാം. നമ്മുടെ മനസ്സിനകത്ത് പകയും അസൂയയും ഒക്കെ ഇട്ട് നമ്മളെ ആ വെളിച്ചത്തിൽ നിന്നും മാറ്റുക. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് വെളിച്ചത്തിൽ വന്നവരാ ഇപ്പം വീണ്ടും ഇരുട്ടിൻ്റെ പവറിൻ്റെ കീഴിലായി പോകുക. നെവർ എവർ ട്രൈ ഡൂയിങ് ഇറ്റ്. എന്നിട്ട് പറയുന്നത് ദൈവം അല്ല ചെയ്തത്. ഗോഡ് ഈസ് നോട്ട് ഓൺ ഓഥർ. യു മൂവ്ഡ് അവേ ഫ്രം ദ ലൈറ്റ്.
പലരും ആൾക്കാർ പറയാറുണ്ട്, ഈ സഭയെന്ന് അപ്പുറത്തെ സഭ, എന്നാലും ദൈവമാക്കിയ ഒരു സ്ഥലമുണ്ട്, അവിടെ വിശ്വസ്തയോടെ നിന്നേ, നിങ്ങളെ നടത്തിയവരെ കുറിച്ച് വേണ്ടാതിനൊന്നും പറയാതെ. അതായത് ദിസ് ഇസ് സ്പിരിച്വൽ കിങ്ഡം പ്രിൻസിപ്പിൾസാണ് ഞാൻ പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ തത്വമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ എന്നിട്ട് ജഡികനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത് മുഴുവൻ അസൂയ, പിണക്കം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ജഡികൻ, കാർണൽ മൈൻഡ്. അതാണ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും, ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ് 10-ാമത്തെ വാക്യം മുതൽ 5:10, 11, 12, അതിൻ്റെ 13 വരെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. നിനക്ക് ഭിന്നത അഭിപ്രായം ഉണ്ടാകുമെന്ന് ഇല്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിന്നെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. കാര്യം എന്താ? അതിനകത്ത് നിന്ന് അങ്ങ് ഇറങ്ങുക. ഒരാളുടെ വിശ്വാസം കലക്കാൻ പോവുക. ഒരാളെ കുറിച്ച് വിശ്വാസം കലക്കണമെങ്കിൽ ആദ്യമേ നടത്തുന്നവരെ കുറിച്ച് നുണ പറയണം. ആ നുണ പറയുന്ന ആളിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നിരിക്കും. കാരണം എന്താ? വെളിച്ചത്തിൽ നിന്നും മാറി. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ രക്ഷ എന്താ? മാനസാന്തരം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവർ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ, 12-ാമത്തെ വാക്യം, നിങ്ങളെ കലഹിപ്പിക്കുന്നവൻ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ. ഓർത്ത് നോക്കിയ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് വരുന്ന എന്നാ പറയേണ്ട ഇറിറ്റേഷനായത്. കാര്യം താൻ മൈലുകൾ, അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് എടുത്ത് പോകാനല്ല, കപ്പലെ പോയി സഭ സ്ഥാപിച്ച് ക്രിസ്തുവിലാക്കിയിരിക്കുന്നവരെ പൗലോസ് അവിടെ നിന്ന് മാറി പോകുമ്പോഴേ പോയി കലക്കാൻ നോക്കുക. പൗലോസ് പറയാ, അവർ ഛേദിച്ചു പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇത് ആർക്കാണ് എഴുതിയിരിക്കുന്നത്? വിശ്വാസികൾ. ബട്ട് ദേ ആർ കാർണൽ. താഴെ പറയാണ്, ഇഫ് യു ബ്രദറൻ ഹാവ് ബീൻ കോൾഡ് ടു ലിബർട്ടി, only do not use the liberty as an opportunity of the flesh, but through love serve another. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരം ആക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. നോ, ഇവിടെ ഒരു ഡേഞ്ചർ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഐ എം നോട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ഗ്രേസ്. ഡോണ്ട് വി ലിവ് ഇൻ ഗ്രേസ്. പക്ഷെ കൃപയാലാണ്. അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല കൃപ. എങ്ങനെ വേണേലും ജീവിക്കാനുള്ള ലൈസൻസ് അല്ല കൃപ. ആരെക്കുറിച്ചും എന്തും പറഞ്ഞു കളയാം, എങ്ങനെ വേണേലും ജീവിക്കാം അല്ല. ഇവിടെ പൗലോസ് പറയാണ്, ഒന്നുകൂടെ ഒന്ന് വേദഭാഗം വായിക്കാം. ഫോർ യു ബ്രദറൻ ഹാവ് ബീൻ കോൾഡ് ടു ലിബർട്ടി. സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വിളിക്കപ്പെട്ടത് തന്നെ സ്വാതന്ത്ര്യത്തില. ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുക. പക്ഷെ ഈ സ്വാതന്ത്ര്യം ജഡത്തിന് തൃപ്തിയാക്കാനായിട്ട് ആകരുത്. സ്നേഹത്താൽ അന്യോന്യം നിങ്ങൾ എന്ത് ചെയ്യണം? സേവിപ്പീൻ. എന്നിട്ട് പറയാ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഏകവാക്യത്തിൽ മുഴുവൻ അവനെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. മറ്റുള്ളവരെ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുന്നതിനകത്ത് മുഴുവൻ ന്യായപ്രമാണം വന്നു കഴിഞ്ഞു. എന്നിട്ട് പറയാണ് താഴോട്ട്, നിങ്ങൾ if you bite and devour each other, beware lest you be consumed by one another. ഇങ്ങോട്ടും അങ്ങോട്ടും പറയുക. സംഭവിക്കാൻ പോകുന്നത് എന്താ? ആത്മീയരാ, തമ്മിൽ താങ്ങി നിൽക്കേണ്ടിയവരാ. ഇപ്പൊ എങ്ങനെയാ? ബൈറ്റിംഗ് ആൻഡ് ഡിവോറിംഗ് ഈച്ച് അതർ. അതിന് മലയാളം എന്താ എഴുതിയിരിക്കുന്നത്? 14-ാമത്തെ വാക്യം.
കൂട്ടുകാരനെ നിന്നെ 15-ാമത്തെ വാക്യം. ബട്ട് ഇഫ് യു ബൈറ്റ്, നിങ്ങൾ അന്യോന്യം കുടിക്കുകയും തിന്നുകയും ചെയ്താലോ. അതിന്റെ അർത്ഥമേ മാറിപ്പോയി. കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നതല്ലോ, അല്ലല്ല, നിങ്ങൾ തമ്മി കടിപിടി കൂടിയാൽ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് യു ബൈറ്റ് ആൻഡ് ഡിവർ, എന്ത് ഒരു ആത്മീയൻ മറ്റൊരു ആത്മീയന് കൈത്താങ് കൊടുക്കേണ്ടതാണ്. യഥാർത്ഥ ആത്മീയനാണോ സ്നേഹത്തിൽ മറ്റൊരാളെ കരുതി എഴുന്നേൽപ്പിക്കേണ്ട ആളാ. ഇപ്പം അങ്ങനെയല്ല. മറ്റൊരു ആത്മീയനെ എങ്ങനെ കടിച്ചു കീറാം? കടിച്ചു കീറിയുള്ള ദോഷം നിങ്ങൾ തമ്മിൽ ചെതറിച്ചു പോവുക. ജഡത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാർണൽ. സോ വാട്ട് ഈസ് സ്പിരിച്വൽ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മറുവശം എന്താ? ഞാൻ എന്നെ കേൾക്കുന്നവരോട് വളരെ വളരെ അതാ, ഇഫ് യു ബൈറ്റ് ആൻഡ് ഡിവോർ എന്നാ, അല്ലാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നൗ ദെൻ വാട്ട് ഈസ് സ്പിരിച്വൽ? ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഞാൻ വീണ്ടും പറയാം, നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ എന്താ റൈറ്റ്? എനിക്ക് ചിലർ പറയും ഇന്ന സ്ഥലത്ത് അവർ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയും അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അവരെക്കുറിച്ച് കുറ്റം പറയുന്നു? അതുകൊണ്ട് അവർ കണ്ടോ, അവരെ കാണാനല്ലല്ലോ, എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കോണം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വായിൽ നിന്നും ആരെയും കുറ്റം പറയുന്നത് കേൾക്കത്തില്ല. ഹെവൻലി ഫീസിലെ ഒരു ശുശ്രൂഷകനും വേറൊരു സഭയെക്കുറിച്ചോ വേറൊരു മതത്തെക്കുറിച്ചോ കുറ്റം പറയുന്നത് കേൾക്കത്തില്ല. കാരണം ഞങ്ങൾ തന്നെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ഉത്തമ ബോധത്തോടെയാണ് നിൽക്കുന്നത്. കർത്താവ് നമ്മിൽ പ്രസാദിച്ചു, കർത്താവ് ഞങ്ങളുടെ ഹൃദയം തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ കുഴച്ചിൽക്കാരും നികൃഷ്ടരും ഒന്നുമല്ല. ഇറ്റ് വാസ് ഗ്രേസ് ദാറ്റ് ഫൗണ്ട് us. കൃപയാലാ, കരുണയാലാ നിൽക്കുന്നത്. കരുണ. ഇന്ന് രാവിലെ ആ വാക്യം അല്ലേ, വാത്സ്യത്തിൽ കൃപയുടെ അത്യന്ത such a great mercy. Then what is spiritual? Now കാർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു യാക്കോബ് പറയാ, ഒരേ വായിൽ നിന്നും എങ്ങനെയാ അനുഗ്രഹവും ശാപവും വരുന്നത്? ഒരേ ഉറവിടത്തിൽ നിന്നും എങ്ങനെയാ ചൂടും തണുപ്പും വരത്തില്ല. ഇത് ഭൗമികവും ജഡീയവും പ്രാകൃതവുമാണെന്ന് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ അതോട് വായിച്ചിട്ട് ഐ വിൽ കം ബാക്ക് ടു ദ സ്പിരിച്വൽ. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഞാൻ ഈ പറയുന്ന ചില വാക്കുകൾ നിങ്ങളെ ഇത് എൻ്റെയോടാണോ പറയുന്നത്? അതെ, ചിലപ്പോൾ അത് തോന്നിയേക്കാം. എന്തിനാന്നും കൂടെ പറയാം, നിങ്ങൾ നന്നാകണം, നമ്മൾ നന്നാകണം. ഞാൻ പറയുന്ന ഞാനും നന്നാകണം. ഞാനും വചനത്തിൻ്റെ കഴുകൽ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ തന്നെ ഞാനും കഴുകൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇരുവായ് തലയുള്ള വാലുകളെന്ന് പറയുന്നത്. വചനം എന്ന ഇരുവായ് തലയുള്ള വാൽ. അങ്ങോട്ട് പറയുമ്പം ഇത് ഇങ്ങോട്ടും കൂടെ കഴുകിക്കൊണ്ടായിരിക്കുന്നത്. വൈ വി വാണ്ട് ടു ബി ലൈക്ക് ജീസസ് ആസ് ഹി ഈസ്. വി ആർ. ഈ ഇന്നർ ചേംബറിൻ്റെ അകത്തോട്ട് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഐ വിൽ ടെൽ യു, യു വിൽ ബി ട്രാൻസ്ഫോംഡ്. ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിക്കണം. ഈ ലോക്ക്ഡൗണിന് വേണ്ടി വെളിയിൽ എങ്ങും പോകാൻ പറ്റാതെ മുറിക്കകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കത്തില്ല 100%. പക്ഷേ ഇതിനുള്ള അവസരം തന്ന കർത്താവിന് സ്തോത്രം. കർത്താവ് തൻ്റെ സഭയെ എടുക്കുക. ബാക്കി എല്ലാവരും ഈ സമയം സിനിമ കണ്ടും സമയം ചെലവഴിക്കാനായിട്ട് പല കാര്യങ്ങളും നോക്കി നിൽക്കുമ്പം ദൈവമക്കൾ രാവിലെയും വൈകിട്ടും വചനത്തിനു വേണ്ടി സമയം വേർതിരിക്കുക, കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. Isn't it beautiful? It is a restoration of the church, the original church. എല്ലാം ഒരു കാര്യം മനസ്സിലായി, മെഴുതിരി കത്തിച്ചില്ലേലും കാര്യം നടക്കുന്നു. വചനമകത്ത് കത്തുക. മെഴുതിരി എന്തിനാ കത്തിക്കുന്ന? ദേവാലയത്തിനകത്ത് 7 വിളക്കിൻ്റെ മധ്യത്തിൽ എന്നൊക്കെ പറയുന്ന ഇറ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇല്യൂമിനേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാ പരിശുദ്ധാത്മാവാണ് ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്. കർത്താവ് വെച്ച് ഞാൻ ടാബർനാക്കിൾ പ്രെയർ എങ്ങനെയാണ് 1 മണിക്കൂർ ഒന്നിച്ചിരുന്ന് ചിലർ പറയത്തില്ല 15 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന തീർന്നു. ഐ വിൽ ടീച്ച് യു ഹൗ ടു പ്രേ ഫോർ 1 hour വിതൗട്ട് ബോറിംഗ് ആൻഡ് യു വിൽ ബി. ഐ ആം എക്സൈറ്റഡ് ബിക്കോസ് ബിലീവ് മീ,
ഞാനും ഈ പറയുന്ന എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ പിടിച്ചിരുത്തിയത് കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗത്തിന് ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയി പ്രസംഗിച്ചിങ്ങ് പറയും കോട്ടയംകാർക്ക് മാത്രം കേൾക്കാം. ഇല്ല, ഇന്ന് ലോകം മുഴുവൻ കേൾക്കുകയാണ്. നോ, യാക്കോബിന്റെ ലേഖനത്തിൽ 3:10 വായിച്ചു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും. അല്ല, 9 മുതൽ വായിച്ചു. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തെ ഭയങ്കര സ്തുതിയും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. ഇതേ നാവ് ഉപയോഗിക്കുക. ഒരു വാക്ക് ദൈവമേ സ്തോത്രം 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 എന്നിട്ട് അവൻ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇല്ല, വരത്തില്ല. ഞാൻ വളരെ ഉറപ്പിച്ച് ഞാൻ പറയാം, ഒരാള് തകരുന്നത് കാണുവാൻ ഒരിക്കലും ഒരു ആത്മീയനെ ഇഷ്ടം കാണത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്രപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ എതിരെ നിന്നവർ, എൻ്റെ എതിരെ ഇപ്പം തുരത്തിക്കളയെന്ന് പറയുന്നവർ, അവരൊരു അപകടത്തിൽ പെട്ട് സംസാരശേഷി പോലും പോയി. ആ വ്യക്തിയെ ആദ്യമേ വിളിച്ചത് ഞാനായിരുന്നു, പ്രാർത്ഥിച്ച സമയത്ത് അയാൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. അതിന് ഒത്തിരി പേര് എന്നെ വിമർശിച്ചു. അവർ പറഞ്ഞു, തങ്കുറ എന്തിനാ മനുഷ്യനെ വിളിക്കാൻ പോകുന്നത്, അയക്കത് വരണ്ട, ദൈവം അയക്കിട്ട് കൊടുത്തത്. അല്ലല്ല, നമ്മളെ ശപിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. നമ്മൾ വചനം, ചിലരൊക്കെ വചനത്തിൽ വചനം ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ എന്നെ പഠിപ്പില്ല. ഞാൻ തെറ്റ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ തിരുത്തണം, ഞാനും ശരിയാകണ്ടേ. അല്ല, ഞങ്ങളുടെ ഹെവൻലി ഫീസിൽ ഒരു തത്വമുണ്ട്, ഇഫ് യു ആർ ബെറ്റർ ദാൻ മീ ലീഡ് മീ, ഇഫ് യു ആർ നോട്ട് ഫോളോ മീ, ഇഫ് യു കാൻ ഡു ബോത്ത് സ്വിച്ച് ഓഫ്. വെരി ഈസി പ്രിൻസിപ്പിൾ. ഒരു ആത്മീയൻ എന്ന് പറയുന്ന ആൾ ഒരു സമയത്ത് വായിക്കൂടെ എന്ത് ചെയ്യുക? ദൈവത്തിന് ഭയങ്കര സ്വത്രം എൻ്റെ വായിക്കൂടെ വായിച്ചു. തന്നെ 8 മുതൽ വായിച്ചു. നാവിനെയോ മനുഷ്യരാർക്കും മറക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ഇറ്റ്സ് ഫുൾ ഓഫ് പോയിസൺ എന്ന് എഴുതിയിരിക്കുന്നു. ഫുൾ ഓഫ് പോയിസൺ. മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഒരു വായ കൊണ്ട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ എങ്ങനെ ശപിക്കാൻ പറ്റും? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല, എന്നെ പോലെ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്ന ഒരു സുവിശേഷകം വേറെ ആരുമില്ല. ഞാൻ റിയാക്ട് ചെയ്യാറില്ലല്ലോ. ഐ ഫീൽ പിറ്റി. കാര്യം എൻ്റെ നാവ് അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ടു ബ്ലെസ് ദം, അനുഗ്രഹിക്കാൻ. എന്നിട്ട് താഴോട്ട് പറയാ, ഒരു വായിൽ നിന്ന് സ്തോത്രവും ശാപവും കൂടെ എങ്ങനെയാ പുറപ്പെടുന്നത്? സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് അതാണ് കാർണൽ. സ്പിരിച്വലാ പറയേണ്ടത്, പക്ഷെ ഇപ്പൊ എന്തായിരിക്കുക? കാർണൽ ആയിരിക്കുക. ഒരേ വായിന്ന് ഇത് രണ്ടും കൂടെ വരുക. ഉറവിടത്തിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ളത് വെള്ളം പുറപ്പെട്ടു വരുന്നു. എങ്ങനെയാ പുറപ്പെടുന്നു വരുന്നേ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കത്തില്ല. 14-ാം വാക്യം വായിക്കാം. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ബാക്കി വായിച്ചാൽ മതി. നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർച്ചയും ഷാഠ്യവും ഉണ്ടെങ്കിൽ പ്രശംസിക്കുകയും ഭോഷ്ക് പറയും അരുത്. 15. ഇത് ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമല്ല. ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. How can it happen? We claim to be spiritual. നമ്മൾ ഭയങ്കര ബൈബിളിന്റെ വ്യാഖ്യാനം പറയുന്നവരായിരിക്കാം, അന്യഭാഷ ഉണ്ടായിരിക്കാം, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാം. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. ടുഡേ വി ആർ ഗോയിങ് ടു പ്രേ. കർത്താവ് ഹൃദയക്കണ്ണ് തുറക്കണം.
കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ ഞാൻ ഐ വോണ്ട് ടു ബി ലൈക്ക് യു ജീസസ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ആശ്വാസം തോന്നും. നമ്മളിൽ പുറപ്പെടേണ്ടത് ആത്മീയമായി. അതുകൊണ്ടാണ് ജഡത്തിന് അല്ല നമ്മൾ കീഴ്പ്പെടേണ്ടത്. അതുകൊണ്ടാണ് യേശു 6-ാമത്തെ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 43-44 വായിച്ച് 45. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമല്ല, നല്ല വൃക്ഷമില്ല. നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവും, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. മുള്ളിൽ നിന്നും അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. ഒരു വൃക്ഷത്തെ കണ്ട് നല്ല മരമാണെന്ന് പറയരുത്. വെയിറ്റ്, അത് ഫലം കായ്ക്കട്ടെ. ഞാൻ വീണ്ടും പറയാം, ദൈവം ദാനമായി തന്ന കൃപാവരങ്ങൾ തിരിച്ചെടുക്കത്തില്ല. ഒരാളുടെ കൃപാവരം കണ്ട് അയാൾ ആത്മീയനാന്ന് അസസ് ചെയ്യരുത്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കാം, ഭയങ്കര മർമ്മങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ ആത്മീയനാകണമെന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, വാട്ട് ഈസ് സ്പിരിച്വൽ, നാളെ ഞാൻ അതായിരിക്കും, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ അപ്പോൾ നമ്മൾ പറയും ഇതെങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ദൈവം തൻ്റെ കൃപാവരം തന്നത്, റോമർക്കെഴുതിയ ലേഖനം 11:29, God is the gift and calling of God is irrevocable. തന്നത് ദൈവം തിരിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദൈവം കൃപാവരം കൊടുത്താൽ തിരിച്ചെടുക്കത്തില്ല. 2, യേശുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും അനുദപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇർറിവോക്കബിൾ എന്ന ഇംഗ്ലീഷിൽ. ഇർറിവോക്കബിൾ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കൊടുത്തതാ, തിരിച്ചെടുക്കത്തില്ല. ഇത്രയും കൃപാവരമുള്ള കൊരിന്ത്യർ സഭ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പൗലോസ് അവരോട് പറയുകയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഭയങ്കര അന്യഭാഷയാണ് പറയുന്നത്. വായിച്ചേ. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹം, അതാണല്ലോ ഒരു സ്പിരിച്വൽ. ഞാൻ വീണ്ടും പറയാം, യേശുവിൽ ഒരാൾ വിശ്വസിക്കുമ്പം ക്രൈസ്തവ മതത്തിലല്ല വരുന്നത്. ക്രൈസ്തവ മതത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ജീസസ് ഫിലിം കണ്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേട്ടാൽ മതി. അല്ലല്ല, ഇത് വ്യക്തിപരമായ വിശുദ്ധിയാണ്. വ്യക്തിപരമായി ദൈവത്തിൻ്റെ മന്ദിരമാകുന്നത് വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. ഇറ്റ് ഈസ് അവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം, നിങ്ങൾ ഭയങ്കര കൃപാവരക്കാരാ. 12-ാം അധ്യായം കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ കൃപാവരം, നിങ്ങൾ ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ കൈത്താളമോ ആയി തീർന്നിരിക്കുന്നു എന്നാ ആ ബൈബിൾ പറയേണ്ട വാക്യം. ഇംഗ്ലീഷിൽ ബിക്കം, ഐ ഹാവ് ബിക്കം. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നു. സ്നേഹം എൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 14:1 പറയുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, കൃപാവരങ്ങൾ വാഞ്ചിപ്പീൻ. എൻ്റെ ആഗ്രഹം ഈ ഓരോ സെഷനിലോട്ട് വരുംതോറും ഐ വിൽ ടെൽ യു വിൽ ബി ഇഗ്നൈറ്റഡ് ബൈ ദ പ്രസൻസ് ആൻഡ് പവർ ഓഫ് ഗോഡ്. ഇന്നും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ ക്യാൻ ഫീൽ എ ഗ്രേറ്റ്, എന്നാ പറയേണ്ടത്, തണുത്ത വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഒരു അനുഭവം. It's not fire, it is such a cold water which is cooling you down, washing it.
നിങ്ങളായി നോക്ക്. ഇവർ കൃപാവരങ്ങളിൽ ജ്വലിച്ചവരാ. ഇന്ന് അന്യഭാഷയുണ്ട്, കൃപാവരമുണ്ട്. പക്ഷെ അവരിപ്പം വെറും വാക്ക് വരുന്നതേ ഉള്ളൂ, പവറില്ല അവർക്ക്. കാര്യം അവരുടെ ഉള്ളിൽ സ്നേഹമില്ല. സ്നേഹത്തോടെ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. വായിച്ചു 1 കൊരിന്ത്യർ 13 അധ്യായം 1 വായിച്ചു. 2 എനിക്ക് പ്രവചനം വരെ ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. സ്പിരിച്വലി യു ആർ സീറോ. ഇത്രയും കാര്യം ചെയ്യുന്ന ആളെ കുറിച്ച് പറയാണ്, ആത്മീയമായി നീ പൂജ്യമാണ്. ഞാൻ വീണ്ടും പറയാം, ശുശ്രൂഷകൻ ഒരു പ്രസംഗ മത്സരത്തിലല്ല നിൽക്കുന്നത്. മറ്റ് ശുശ്രൂഷകരായ ഒരു മത്സരത്തിലല്ല ഒരിക്കലും നിൽക്കുന്നത്. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന വരത്തിന് തക്കവണ്ണം കർത്താവ് എന്ന ശരീരത്തെ ബിൽഡ് ചെയ്യാനാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് തോമസ് കുട്ടി ബ്രദറും ഞാനും ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഒറ്റ മനസ്സോടെ നിൽക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ഒന്നിച്ച് ദൈവം നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തെ പണിയാൻ. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ 15 വർഷത്തിലധികമായി തൈവാനിൽ പോകും. അവിടുത്തെ ചില സഭകൾ പറയാറുണ്ട്, ബ്രദർ പാസ്റ്റർ മാത്യു, യു ഷുഡ് സ്റ്റാർട്ട് എ ചർച്ച് ഹിയർ. നിങ്ങളൊരു സഭ ഇവിടെ സ്ഥാപിക്കണം. അങ്ങനെയാണ് 10,000 ആ സഭയ്ക്കകത്ത് വരും. ഞാൻ അവരോട് പറയാറുണ്ട്, ദൈവം എൻ്റെ ബിസിനസ്, എൻ്റെ കച്ചവടമല്ല പ്രസംഗം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ബ്രാഞ്ചൂടെ അവിടെ തുടങ്ങാമായിരുന്നു. ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഇന്ന് ഞാൻ അവിടെ ഒരു ശുശ്രൂഷകനായി ചെല്ലുമ്പോൾ എല്ലാ സഭകൾ തമ്മിൽ ഭയങ്കര ഐക്യതയാണ്. ഞാൻ സഭ എന്ന ശരീരത്തെ, യു വോണ്ട് ബിലീവ്, പ്രസ്ബിറ്റേറിയൻ മുതൽ ലൂത്തറൻ മുതൽ ബാപ്റ്റിസ്റ്റ് മുതൽ പെന്റക്കോസ്റ്റൽ മുതൽ എല്ലാ സഭകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ. The Presbyterian bishop, I baptized him. He was filled with the Holy Spirit. And then global day of prayer, he went and open stage il പറഞ്ഞു, Holy Spirit, I am sorry. എനിക്ക് വേണേ അവിടെ സഭ തുടങ്ങാം. പക്ഷെ ഞാൻ തുടങ്ങിയാൽ ഉള്ള ഐക്യത സഭയുടെ പൊട്ടിപ്പോവും. തായ്ലൻഡിൽ നിന്ന് ഞാൻ പോകാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലധികം, 12 വർഷമായി. ഈ 12 വർഷത്തിൻ്റെ ഇടയിൽ സഭകളിൽ ഐക്യത കൂടി. വേണമെങ്കിൽ എനിക്ക് അവിടെ സഭ തുടങ്ങാൻ മേലെ വേണേ തുടങ്ങാം, ഈസിയാണ്. എനിക്ക് പറഞ്ഞാൽ മതി, കർത്താവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ വേണേ തുടങ്ങാം. ചെയ്യത്തില്ല. ഞാൻ കർത്താവിൻ്റെ പേര് വ്യർത്ഥ എടുക്കത്തില്ല. എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയും, അല്ലെങ്കിൽ പറയത്തില്ല. പേടിയാണ് എനിക്ക്. കർത്താവിന് പേടിയല്ല, ഭയമാണ്. അതുപോലെ എനിക്ക് സ്നേഹമാണ്. വി ആർ നോട്ട് ഹിയർ ടു ഡു ബിസിനസ്. ഇതൊരു കോർപ്പറേറ്റ് ആണോ, ഇതൊരു ബിസിനസ്സാണോ? അല്ല. കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്ക് തക്കവണ്ണം ഞാൻ അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ ഓരോ പട്ടണത്തിലും എനിക്ക് ആകാവുന്ന നിലയിൽ എല്ലാം ദേവദാസന്മാരെ കൂട്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ മനസ്സോടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? കർത്താവിനോടുള്ള സ്നേഹം. ഒരു ആത്മീയൻ, സ്പിരിച്വൽ മാൻ വിൽ നെവർ ബിങ് ഡിവിഷൻ. ഞാൻ മുഖാന്തരമായി ഒരിക്കലും ഒരു സഭയ്ക്കകത്ത് ഒരു ഭിന്നതയോ അല്ലെങ്കിൽ വേറൊരു സഭയിൽ പോകുന്ന ആളെ നുണ പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ മനസാക്ഷി എനിക്ക് സാക്ഷ്യമാണ്. സ്നേഹം എവിടെ പോയി? സ്നേഹം കർത്താവിനോടാണോ സ്നേഹം? ചിലർ, ഞാൻ തൈവാനിൽ പോകുന്ന സമയത്ത് അവർ എന്നോട് പറയും, ഞാൻ മിനിസ്ട്രി കഴിഞ്ഞ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ അവിടെ നിന്ന് കറങ്ങത്തില്ല. 1, 2, എനിക്ക് വിസിറ്റിംഗ് കാർഡില്ല. ഞാൻ ആർക്കും വിസിറ്റിംഗ് കാർഡ് കൊടുക്കാറില്ല. എന്നെ വിളിക്കണം കേട്ടോ, ചെയ്യത്തില്ല. സോ ഞാൻ തൈവാനിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റേഴ്സ് ലഞ്ച് വരണം, എല്ലാവരുമായിട്ട് കാണണം, എല്ലാവർക്കും വിസിറ്റിംഗ്, എന്നാലേ മിനിസ്ട്രി വലുതാകത്തുള്ളൂ. എൻ്റെ ചോദ്യം, ഇതെന്നാ ബിസിനസ്സാണ്?
You will increase your contact. You will increase your ministry. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കോണ്ടാക്റ്റ് വേണമായിരുന്നു. കാര്യം ഇത് എൻ്റെ ബിസിനസ്സായിരുന്നു. ഇത് ദൈവത്തിൻ്റെ സഭയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വില കൊടുത്ത്, തൻ്റെ ചങ്കലെ ചോര കൊടുത്ത്, വില കൊടുത്ത് കഴുകി വീണ്ടെടുത്ത ഒരു സഭ. ആ സഭയ്ക്കകത്ത് സഭയെ തൊടാൻ ഭയം വേണം. ജഡിക മനസ്സ് ഉപേക്ഷിക്കണം. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ല. പൗലോസ് പറയുന്നത്, ഞാൻ ദിനം തോറും മാനസാന്തരപ്പെടുന്നു, എല്ലാം ദിവസവും. പ്രിയമുള്ളവരെ, കർത്താവ് വരാറായി. ഒരുപാട് പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. ഓരോ ദിവസവും നമ്മൾ നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. Let us repent and turn to the Lord, to the original gospel. നമുക്ക് സ്നേഹിക്കാം. നമുക്ക് എന്നാ ഇത്രയേ ഉള്ളല്ലോ. മനസ്സിലായില്ലേ? ഇന്ന് ബാങ്ക് ബാലൻസ് ഉള്ളവൻ, പണക്കാരനും അല്ലാത്തവനും എല്ലാം ക്യൂ നിൽക്കുകയല്ലേ ഭക്ഷണത്തിന് വേണ്ടി. എല്ലാവരും ഒരുപോലെ. എന്നാ ഉണ്ട് പ്രശംസിക്കാൻ? ഇത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും വിമർശിക്കാൻ നിർത്തി. ഞാൻ ഈ കഴിഞ്ഞ 40 ദിവസം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രേയറിന് ചില ദേവദാസന്മാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ പേടി, അവിടെ വന്നാൽ ഞങ്ങൾക്ക് എതിരെ പത്രക്കാർ, ഈ പെന്തക്കോസ് പത്രക്കാർ വല്ലതും ഒക്കെ എഴുതി പിടിപ്പിച്ചാലോ. അതാണോ നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾ ആരെ നോക്കിയാ ഇറങ്ങി പുറപ്പെട്ടെ? ക്രിസ്തുവിലായാൽ സ്നേഹം തികഞ്ഞ സ്വയം എല്ലാം ഭയത്തെ എടുത്തു കളയുന്ന. I will continue this topic tomorrow. What is spiritual? ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുക. I can feel that water turning into a flame of fire. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും the power of God and presence of God is enveloping. നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെക്കുറിച്ചാണ്, ഒരു വിശ്വാസിയാണെങ്കിൽ ക്ഷമിക്കാൻ പറ കർത്താവിനോട് പറയാം, ഞാൻ തെറ്റിപ്പോയി കർത്താവേ, എനിക്ക് സഹായം വേണം. ഓരോ പ്രാവശ്യവും കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വാതിക്കെ മുട്ടിക്കൊണ്ടിരിക്കുക. വചനം വായ്പതിക്ക് നിന്ന് മുട്ടുക. നമുക്ക് അവസരം തരുക ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇരിക്കാനും പഠിപ്പിക്കാനും പറയുമ്പോൾ ഞാനും കൂടെ അത് കേൾക്കാനും ഒന്നുകൂടെ കഴുകൽ പ്രാപിക്കാനും ഒന്നുകൂടെ ആ മാംസഹൃദയമാകാൻ, കൽഹൃദയമായി ആകാതെ മാംസഹൃദയമാകുവാൻ ഒന്ന് സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചത്. എന്നാൽ അത് വെറും തമാശയായിട്ട് കണക്കാതെ രക്ഷയെ ഗൗരവത്തോടെ കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ദിനംതോറും ഞങ്ങളെ കഴുകണം അങ്ങയുടെ രക്തത്താൽ. കർത്താവെ, ആ രക്ഷിക്കപ്പെട്ട ഞാൻ ഇനി ഒരു വെറും ജഡികനെ പോലെ നിൽക്കാതെ യഥാർത്ഥ ആത്മീയനെ പോലെ നിൽക്കുവാൻ എന്നെ സഹായിക്കണം. ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു വന്ന് ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. പുതിയ വഴികൾ അവർക്ക് വേണ്ടി കർത്താവ് തുറക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടവരാണ്, അവർക്ക് കർത്താവ് പുതിയ വഴികൾ തുറക്കണം. ശാരീരികമായ അസ്വസ്ഥതയോടെ കഴിയുന്നവരുണ്ട്, പരിപൂർണ ആരോഗ്യം നൽകണം. കർത്താവ്, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കീപ്പ് ഓൺ റൈറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും എൻ്റെ 1 to 2 minute മെസ്സേജ് ഉണ്ട്. വി കോൾ ഇറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്. കഴിഞ്ഞ ദിവസം ഒരു ആൾ പറഞ്ഞു, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കിട്ടുന്നുണ്ട്. സോ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, 2 minute മെസ്സേജ് യു ക്യാൻ സെൻഡ് മൈ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നേരിട്ട് അയച്ചാൽ മതി. There are thousands who receive that 1 minute message. There are thousands. They wake up with the 1 minute message. So നിങ്ങൾക്കും ആ മെസ്സേജ് വേണോ? ആ മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ 1965mk@gmail.com അതാണ് എൻ്റെ ഇമെയിൽ ID. അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. Many are writing to me. I don't want to share the prayer request on കാര്യം നമ്മുടെ സമയം 1 മണിക്കൂർ ഞാൻ എടുക്കുന്നത് കൊണ്ട് ആ 1 മണിക്കൂറിനകം പ്രയർ റിക്വസ്റ്റും കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Let us thank you, Reggie brother. Bless you too.
നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഐ എം ക്ലിയറിംഗ് ദ ഡൗട്ട്സ് ഇമെയിൽ വഴി തന്നെ. ബട്ട് ചില ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ലെറ്റ് പീപ്പിൾ നോ വാട്ട് റിയൽ ട്രൂത്ത് ഇസ്. ലെറ്റ് us have നാളെ സ്പിരിച്വലിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ യു വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓരോ ദിവസവും. ആൻഡ് ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ്, യു ആർ ഗെയിനിങ് മോർ ആൻഡ് മോർ ബോൾഡ്നെസ്. നമ്മുടെ അകത്ത് ധൈര്യം വരുക ആ കൃപസിംഹാസനെ മുൻപാകെ വരാൻ. സോ ഗോഡ് ബ്ലെസ് യു. ഞാൻ ഈ ലൈവിലൂടെ ഒരു അപേക്ഷയും കൂടെ വ്യാപാരികൾക്ക് അഥവാ ഹോൾസെയിൽ ചെയ്യുന്നവരോട് ഞാൻ ഒരു വിനീതമായ അപേക്ഷയുണ്ട്. കേരളം ഇന്ന് വളരെയധികം പാനിക്കിലാണ്. ഉള്ള ധാന്യങ്ങളുടെ വില വർദ്ധിപ്പിക്കരുത്. ഇന്ന് റീച്ച് എക്സ്പ്രസ്സിനകത്ത് ഹോൾസെയിലിന് വരുമ്പം അരിയുടെ വില വളരെയധികം 15 രൂപയോളം 1 കിലോയിൽ കൂടി. അത് ഇറ്റ് വാസ് ഷോക്കിംഗ്. നമ്മൾ റീച്ച് എക്സ്പ്രസ്സിൽ ഒരിക്കലും വില കൂട്ടത്തില്ല. റീച്ച് എക്സ്പ്രസ്സിൽ ഉള്ള സ്റ്റോക്ക് മുഴുവൻ കിട്ടിയ വിലയ്ക്ക് തന്നെ കൊടുക്കും. കാര്യം റീച്ച് എക്സ്പ്രസ്സിന് ലാഭം മുഴുവൻ ഇറ്റ് ഗോസ് ടു ചാരിറ്റി. 100% റീച്ച് എക്സ്പ്രസ്സിൻ്റെ പ്രോഫിറ്റ് ചാരിറ്റിക്ക് വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് നിന്നൊരു ലാഭം എടുക്കണ്ട. ലാഭം എടുത്താൽ പോലും, എന്നാൽ ലാഭം എടുക്കുന്നില്ല റീച്ച് എക്സ്പ്രസ് കൊണ്ട്. കാര്യം ഞങ്ങൾ വാടക കെട്ടിടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും വി ആർ ഏബിൾ ടു സർവൈവ്. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. എൻ്റെ റിക്വസ്റ്റ് ഇത് ഒരു പാനിക്കി സിറ്റുവേഷൻ. ഈ അവസരത്തിൽ ഒരിക്കലും വില കൂട്ടരുത്. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ഒരു വിനീതമായ ആഗ്രഹം എല്ലാം ദേവദാസന്മാരും ഒന്നിച്ച് പ്രാർത്ഥിക്കാനൊന്ന് കൂടുന്നതല്ല. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആണ്. അത് കഴിയുമ്പോൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഡിനോമിനേഷൻ ലെറ്റ് us കം ടുഗെദർ. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കാം. സോ ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 1 minute മെസ്സേജ് അയക്കണമെങ്കിൽ യു ക്യാൻ സെൻഡ് ഇറ്റ്. ടെസ സിസ്റ്ററാണ് അത് മാനേജ് ചെയ്യുന്നത്. എന്നാൽ ഇമെയിൽ 1965mk@gmail.com പേഴ്സണലി ഞാൻ തന്നെയാണ് നോക്കുന്നത്. യു ക്യാൻ സെൻഡ് ഇൻ യുവർ പ്രയർ റിക്വസ്റ്റ്, യു ക്യാൻ ആസ്ക് അഡ്വൈസ്. കർത്താവ് അറിയുന്ന പോലെ ഐ വിൽ റൈറ്റ് ടു യു. ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ 11 മണിക്ക് തോമസ് കുട്ടി ബ്രദർ വിൽ ബി ഇൻ ആക്ഷൻ. ഹി ഹാസ് ഗിയർഡ് അപ്പ്. തൻ്റെ നെറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുക, ഇനിയും ബഫർ ചെയ്യാതിരിക്കാൻ. സോ നാളെ രാവിലെ യു വിൽ ഫൈൻഡ് തോമസ് കുട്ടി ബ്രദർ ആൻഡ് ഈവനിങ് 8:30 ഷാർപ്പ്. കർത്താവ് അനുവദിച്ചെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചെങ്കിൽ we will meet together. Bless you.